Hi, Lakshmi. Yes, doctor. Are you coming out with me tonight? My duty is not yet over. Why? I'm doing overtime. Oh, I see. ചേച്ചി എന്താ ലക്ഷ്മി പറയൂ. ഡോക്ടർ ജാക്സൺ എന്തിനാണ് എന്നെ വിളിച്ചത്? ഈ നാട്ടിലേതെല്ലാം സാധാരണയാണ്. അയാൾ മോശക്കാരനാണല്ലേ? നോ നോ, ഇതൊരു അത്ഭുതമാണ്. ഡോക്ടർ ജാക്സൺ സാധാരണ ആളുകളെ മാതിരിയല്ല. എത്രയോ പെണ്ണുങ്ങൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ തൂങ്ങാൻ നോക്കും. അദ്ദേഹം വളരെ റിസർവ്ഡ് ആണ്. നിന്നെ വിളിച്ചതിൽ ഞാനേ ആശ്ചര്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കൂടെ നിനക്ക് ധൈര്യമായി എവിടെ വേണമെങ്കിലും പോവാം. അദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഹി ഈസ് റിയലി എ ജെം ഓഫ് എ മാൻ. Excuse me, madam. Excuse me, madam. Madam, please move. രാവിലെ ഓരോന്നോന്ന് കയറും സ്ഥലം മെനക്കെടുത്താൻ. എന്താ പറഞ്ഞത്? മലയാളം. നിങ്ങളും മലയാളം? ഭാഷ അറിയില്ലെന്ന് വെച്ചാൽ ഇങ്ങനെ സംസാരിക്കുന്നത്? അയ്യോ, ഞാൻ സാധാരണ ഇതിൽ മോശമായിട്ടാ സംസാരിക്കാറ്. ഇന്നെന്തോ ഇത്രേ പറഞ്ഞുള്ളൂ. സംസാരിക്കുന്നതിൽ ഒരു കുറവില്ല. ചെയ്യുന്ന ജോലിയോ നാണമില്ലല്ലോ. എനിക്കൊരു നാണമില്ല. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നാണം ഉണ്ടെങ്കിലേ നല്ല ജോലിയല്ലോ വാങ്ങിച്ച. പരിചയപ്പെടുന്നതിന് മുമ്പേ ആപ്ലിക്കേഷനോ? അതല്ല, അതായത് നിങ്ങളുടെ മുഖം കണ്ടപ്പോഴേ തോന്നിയ ഒരു ആപ്ലിക്കേഷൻ തരാമെന്ന്. ആളെ കളിയാക്കാണോ? അല്ല. എങ്കിൽ ഞാനും ശ്രമിച്ചു നോക്കട്ടെ. നിങ്ങൾക്കൊരു ജോലി. പഠിപ്പെന്താ? BA പാസ്സായി, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പഠിപ്പിനും ഗുണത്തിനും സർട്ടിഫിക്കറ്റ് ഉണ്ട്. കാണണോ? വേണ്ട, പേഴ്സണാലിറ്റി കണ്ടാ മതി. പിന്നെ ഇത് അഡ്രസ്, ഫോൺ നമ്പർ ഉണ്ട്. തീർച്ചയായും ഫോൺ ചെയ്യും. എന്റെ പേര് ലിൻഡ. നിങ്ങളോ? എന്റെ പേര് സോമൻ. കാർഡ് അടിക്കാനുള്ള വരുമാനമില്ല, അതുകൊണ്ട് കെയർ ഓഫ് പ്ലാറ്റ്ഫോം. തീർച്ചയായും വരണം. ഞാൻ വരട്ടെ. ചന്ദ്ര, നീ എങ്ങോട്ടാ ഇത്ര രാവിലെ? പുറത്തേക്ക്. ചീട്ട് കളിക്കാനായിരിക്കും എന്ന് അച്ഛനോട് ആര് പറഞ്ഞു? എന്റെ മോൻ പിന്നെ കലക്ടർ ഉദ്യോഗത്തിനല്ലേ പോകുന്നത്. പണം ധൂർത്തടിക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? അച്ഛാ, ചേച്ചിയുടെ കോളേജിൽ നിന്ന് എല്ലാരും ശനിയാഴ്ച എക്സ്കർഷന് പോകുന്നു. ഒരു പുതിയ ഡ്രസ്സ് വേണം. കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾക്ക് സാരി വാങ്ങിയത്? അച്ഛാ, ഇപ്പോഴത്തെ ഫാഷൻ മാക്സിയാണ്. എന്ത് കുന്തോ വേണമെങ്കിലും വാങ്ങിക്കും. പാവം ലക്ഷ്മി കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന കാശ സൂക്ഷിച്ച് ചെലവാക്കിയ എല്ലാവർക്കും കൊള്ളാം. നേരം ഒരുപാടായി. ഞാൻ പോകുന്നു. അച്ഛൻ അന്വേഷിക്കും. വിടൂന്ന്? വിടൂല. അച്ഛനും ഈ പ്രായമൊക്കെ കഴിഞ്ഞു വന്നതല്ലേ. നീ ഇതുവരെ എവിടെയായിരുന്നു? എനിക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. 9 മണി വരെയോ? നിന്റെ കൂടെ പഠിക്കുന്ന സുമിത്രയും മല്ലികയൊക്കെ 5 മണിക്ക് മുമ്പേ വീട്ടിലെത്തിയല്ലോ. നീ പ്രായമായ പെണ്ണാണ്, ആ വിചാരം വേണം.
എനിക്ക് പ്രായമായെന്ന് അച്ഛനാണ് മനസ്സിലാക്കാത്തത്. എന്താ ലക്ഷ്മി, എന്താ വല്ലാണ്ടിരിക്കുന്നത്? വീട്ടിൽ ഓർമ്മ വന്നോ? ലതയുടെ പോക്ക് ശരിയല്ല. ഉടനെ അവളുടെ കല്യാണത്തിന് ഏർപ്പാട് ചെയ്യണം. 3 മാസം ലീവ് എടുത്ത് ഇങ്ങോട്ട് വരണം. ലത നിന്റെ അനിയത്തിയല്ലേ? അതെ, എന്റെ അനുജത്തിയാണ്. പക്ഷേ ഉടനെ തന്നെ അവൾക്ക് കല്യാണം വേണമത്രേ. നീ ഇന്ത്യയിൽ ഇരിക്കേണ്ടവൾ, അവളാണ് അമേരിക്കയിൽ വളരേണ്ടവൾ. ശരി ശരി, കമാൺ, ചിയർ അപ്പ്. ഉടനെ ലീവിന് അപ്ലൈ ചെയ്യും. ഞാനും ഡോക്ടർ ജാക്സന്റെ അടുത്ത് പറയാം. ഓക്കെ, സ്മൈൽ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏയ് ഇല്ല, ഒരു ജോലി കിട്ടുന്ന കാര്യമല്ലേ. അല്പം ബുദ്ധിമുട്ടിയാലും തരക്കേടൊന്നുമില്ല. ക്വീൻസ് 3rd സ്ട്രീറ്റിൽ 210 നമ്പർ. അവിടെ മിസ്റ്റർ സെബാസ്റ്റ്യന്റെ ഓഫീസുണ്ട്. അദ്ദേഹത്തെ കണ്ട് ഈ കാർഡ് കൊടുത്താൽ നിങ്ങൾക്ക് ജോലി തരും. നിക്കോളസ് ആരാ ഇത്? എന്റെ ബോസ്. ഹീസ് എ ബിഗ് ഷോട്ട് ഇൻ ന്യൂയോർക്ക്. ഇവിടുത്തെ ഗാംബ്ലിംഗ് കാസിനോസിന്റെ എല്ലാം ഉടമ. അദ്ദേഹത്തിന് ഇല്ലാത്ത ബിസിനസ് ഇല്ല. ഓഹോ. നിങ്ങൾക്ക് ജോലി തരാൻ പോകുന്ന സെബാസ്റ്റ്യന് ഒരു ജങ്ക്യാർഡ് ഉണ്ട്. അത് വാങ്ങിക്കാനുള്ള പണം കടം കൊടുത്തത് നിക്കോളസ് ആണ്. ജങ്ക്യാർഡോ? അതെ, പഴയ കാറുകൾ വാങ്ങി തല്ലി ചതച്ച് ഇരുമ്പ് വിലയ്ക്ക് വിൽക്കുന്ന സ്ഥലം. അയ്യോ, അപ്പൊ എനിക്ക് ഇരുമ്പടിക്കുന്ന ജോലിയാണോ? അല്ല, നിങ്ങൾക്ക് ഓഫീസിലാണ് ജോലി. താങ്ക് യു വെരി മച്ച്. Oh, you're the guy Nicholas spoke about. യെസ് മിസ്റ്റർ സെബാസ്റ്റ്യൻ. Okay, you're hired. Go to the personnel department and fill up your application. ഐ എം മച്ച് ഒബ്ലൈജ്ഡ്. താങ്ക് യു വെരി മച്ച്. Goodbye. ഏതായാലും സോമന് സ്ഥിരമായി ജോലി കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്തൊരു ചെറിയ ഉപകാരത്തിന് നന്ദി പറയാൻ എന്തിരിക്കുന്നു. ഞാൻ വീട് അന്വേഷിക്കുന്നുണ്ട്, കിട്ടണ്ടേ? ഇനി ഏതായാലും ഈ കെയർ ഓഫ് പ്ലാറ്റ്ഫോം മാറ്റണം. ശ്രമിക്കുമോ? ഞാന് ഇവിടെ പുതിയ ആളായതുകൊണ്ടാ തീർച്ചയായും. കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശ്രമിക്കണം. ഈ ആഭരണങ്ങളൊക്കെ മതിയല്ലേ? പെണ്ണിന്റെ ആഭരണം സ്വഭാവശുദ്ധിയാണ്. നിന്റെ സ്വഭാവം തങ്കമാണെന്ന് എല്ലാരെ കൊണ്ട് പറയണം. എനിക്ക് മാത്രമേ ചേച്ചി ഒന്നും വാങ്ങിച്ചു തരില്ല. നിനക്ക് അമേരിക്കയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ശരിയാവുന്ന തോന്നുന്നു. ഹായ്, ഞാൻ അമേരിക്ക പോകാൻ പോണല്ലോ. ചിപ്പോ ആ, എന്റെ കാര്യം മാത്രം ചേച്ചി മറന്നു. സാരമില്ല, ഞാനൊരു സുപ്രഭാതത്തിൽ അമേരിക്ക ഒന്ന് ലാൻഡ് ചെയ്യും, നോക്കിക്കോ. അമേരിക്ക കൂടി പോകാത്ത കുറ്റമേ ഉള്ളൂ. ശരി സാർ, ഇപ്പോ അവിടെ ചെന്ന പന്തലിൽ എന്തായി കാര്യങ്ങളൊന്നും പോയി നോക്കി. പോണം പോണം.
എന്റെ മകളാണെന്നുള്ള കാര്യം ഈ അച്ഛൻ മറന്നുപോയി. നമസ്കാരം. നമസ്കാരം. വരണം, ഇരുന്നട്ടെ. പോയ കാര്യം എന്തായി കുട്ടമ്പിള്ളേ? എന്റെ പൊന്ന് സാറേ, നടന്ന് എന്റെ ചെരുപ്പ് മുഴുവൻ തേഞ്ഞ്. കെട്ടിക്കാതെ പ്രസവിച്ച പെണ്ണിന് വേണമെങ്കിൽ ഒരു ചെറുക്കനെ ഉണ്ടാക്കാം. പക്ഷേ കടലും കടന്ന് നേതൃത്വത്തിന് പോയ ഒരു പെണ്ണിന് കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കനെ കിട്ടാൻ ബഹുപ്രയാസമാണ്. എടോ, നട്സ് ഉദ്യോഗത്തിന് പോയ പെണ്ണിന് എന്ത് സംഭവിച്ചെന്നാണ് താൻ പറയുന്നത്? ഞാൻ പറയുന്നതാണോ കുഞ്ഞെ? അമേരിക്കയിൽ തനിച്ചിരിക്കുന്ന ഒരു പെണ്ണിന് എന്താ സംഭവിച്ചുകൂടാത്തത് എന്നാണ് അവരുടെ ചോദ്യം. അവന്മാർക്കൊന്നും കൊടുക്കാനേ ഇവിടെ വിലപോകച്ചരക്കായി പെണ്ണിരിപ്പില്ല. ചന്ദ്ര, നീ ചുമ്മാ ഇരിക്കേ. സാറ് വിഷമിക്കേണ്ട, എന്റെ ചൂണ്ടയിൽ നല്ലൊരു ഇരവുണ്ട്. പക്ഷെ റേറ്റ് അല്പം കൂടുതലാ. 50,000 അവര് ചോദിക്കുന്നത്. ആരാ കുട്ടമ്പിള്ള ആൾക്കാര്? സാറ് കേട്ട് കാണും. ഏറ്റുമാനൂർ പുത്തൻപുരയിൽ ശ്രീധരനാര് വലിയ തറവാടികളാ. അദ്ദേഹത്തിന്റെ മകൻ ഉണ്ണികൃഷ്ണൻ ബിഎക്കാരനാ. കഞ്ചാവുണ്ണിയുടെ കാര്യമാണ് പറയുന്നത്. നീ അറിയുമോ ചന്ദ്ര ചെറുക്കനെ? അറിയാം. 24 മണിക്കൂറും ഷാപ്പിനകത്താണ്. പോരാത്തതിന് മറ്റെല്ലാ ദുർഗുണങ്ങളും ഉണ്ട്. കുഞ്ഞെ, മദ്യപാനം അത്ര വലിയ ദൂഷ്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഭാഗത്തും അല്പസ്വല്പം കുറവുകളുള്ള സ്ഥിതിക്ക് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്? മോനെ അരുത്. ചന്ദ്ര, അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ ലേലം വിളിക്കുന്നത്? അച്ഛന് ഞാൻ അത്ര വലിയൊരു ഭാരമാണോ? അതോ ഞാനിങ്ങനെ നിന്നാൽ എന്തെങ്കിലും അപമാനം സംഭവിക്കുമെന്നും ഭയമാണോ? എന്റെ മനസ്സാക്ഷി മുൻനിർത്തി പറയാനച്ച, ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യൂല്ല. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്നെ എങ്ങനെ... മോളെ, എന്റെ ലീവ് തീരാറായി. സീതയുടെ അപ്പോയിന്റ്മെന്റ് ആർഡറും കിട്ടിക്കഴിഞ്ഞു. ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് അടുത്ത ആഴ്ച പോവുകയാണ്. Passengers who are checking the please proceed to gate number 11. കൈ വിട് ചേച്ചി, ഞാൻ വന്നോളാം. നീ എടുത്ത് നോക്കി നടക്കാതെ. ഐ എം സോറി. ഹലോ, ഇതാര്? കൊള്ളാമല്ലോ, എന്റെ പേര് ദൂരം മറന്നില്ലേ? Passengers who are checking the ഇതാരാ? please proceed to gate number 5. എന്റെ അനിയത്തി സീത നഴ്സിംഗിന് പഠിക്കുന്നെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ജോലിക്ക് ചേരാൻ വന്നിരിക്കുക. ഓ, ഗുഡ്. This is the last and final call for the passengers. അനുജത്തിയുടെ കല്യാണം കഴിഞ്ഞു. ഇനി അനിയന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ ആദ്യം കുടുംബക്കാര്യം കഴിയട്ടെ, പിന്നെ നോക്കാം. Gate number 11. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്, കൃത്യമായ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. ജീവിതം സുഖം, സ്വസ്ഥം. വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മേളിലോട്ട് നോക്കി നടക്കുന്നു. ഞാൻ വരട്ടെ? ഓക്കെ. എക്സ്ക്യൂസ് മീ. ഏയ്, വരട്ടെ? പെട്ടിയെടുക്ക്, പോകാം. സീതയ്ക്ക് ജോലി ശരിയായി. നാളെ ജോയിൻ ചെയ്യണം. മേഴ്സി രജനി ജോലി ചെയ്യുന്നില്ലേ, അതേ സ്ഥലത്താണ്. മോളെ, നീ അവരുമായി കൂട്ടുകൂടരുത്. ഡ്യൂട്ടി കഴിഞ്ഞതും വീട്ടിൽ വന്ന് ചേരണം. എന്താ ചേച്ചി വേദനിക്കുന്നു? അടുത്തേക്ക് കണ്ണുപോകും. നടക്ക്. Good morning. Good morning. How are you? Fine. How are you? Oh, I'm all right. I just wish I could get out of here. Play some baseball, football, hockey. You feel better now? Thank you. Okay.